മലയാളത്തിൽ വർഷാവർഷം ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്, സ്ക്രിപ്റ്റ് എന്നിങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും 100-ൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ അഭിമാനത്തോടെ ഇത് മലയാള സിനിമയാണ് എന്ന് ലോകത്തിന് മുന്നിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര ടൈപ്പ് സിനിമകളുണ്ട്. അത് വളരെ കുറവാണ് മലയാള സിനിമയിൽ. അത്തരത്തിൽ പറയാവുന്ന റോഷാക്കിന് ശേഷം മലയാള സിനിമയിലുണ്ടായ ഒരു ഗംഭീര സിനിമ, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു ഹോളിവുഡ് സ്റ്റഫ് ലെവൽസ് ഐറ്റം, അതാണ് ആസിഫ് അലിയുടെ ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധാ കാണ്ഡം. ആദ്യമേ പറയുകയാണ്, ഈ വർഷത്തെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം. ഇത്തരത്തിലുള്ള സിനിമ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ, എഴുത്തുകാരനും DOPയുമായ ബാഹുൽ രമേശ്, ഈ രണ്ടു പേർക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഇനി ഇതിനൊരു മെയിൻ ഭാഗത്തേക്ക് വരാം. നമുക്ക് ഈ മലയാള സിനിമയിൽ മോസ്റ്റ് ക്രിമിനലി അണ്ടർറേറ്റഡ് നടനാരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ, അത് ആസിഫ് അലിയാണ്. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ യുവതാരങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ വെക്കാൻ പ്രാപ്തിയുള്ള പ്രതിഭാസമാണ് ആസിഫ് അലി. സിനിമയിലെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ആസിഫ് അലിയുടെ കരിയർ ബെസ്റ്റ് എന്ന് വിളിക്കാവുന്ന സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം. ഈ പടത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരു ചെറിയ സീനുണ്ട്, പേടിക്കേണ്ട, സ്പോയിലറൊന്നുമല്ല. അദ്ദേഹം ഒരു മോർച്ചറിയിൽ പോകുന്നൊരു സീനാണുള്ളത്. ആ സമയത്ത് ഭയങ്കര സട്ടിലായിട്ടുള്ള ഡീപ്പായിട്ടൊരു അഭിനയത്തിൻ്റെ മൊമെൻറ്റ് കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ഈ പടത്തിൽ ആസിഫ് അലിയുടെ ഏറ്റവും മികച്ച പീക്ക് മൊമെൻറ്റ് ഈ സീനായിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അതിലും മികച്ച പ്രകടനങ്ങളാണ് ആസിഫ് അലി കാഴ്ചവെച്ചത്. ഏറ്റവും അവസാനത്തെ അരമണിക്കൂർ പുള്ളി കത്തിച്ചിട്ടുണ്ട്, ലിറ്ററലി. ഫഹദിക്കയ്ക്ക് മാത്രമല്ല കണ്ണുകൊണ്ട് ഇമോഷൻസ് കളിക്കാൻ പറ്റുന്നത് എന്നൊരു കാര്യം ആസിഫ് അലി ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ആസിഫ് അലിക്ക് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, വിജയരാഘവൻ. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്തു എന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുമുള്ള സഹതാരങ്ങളോട്, കഥാപാത്രങ്ങളോട്, നടന്മാരോടെല്ലാം ഒരുതരം പോരാട്ട വീര്യത്തോടെ അഭിനയം കാഴ്ചവെക്കുന്നു. ഈ സീനിൽ ഞാൻ തന്നെ മുകളിൽ നിൽക്കണം, എൻ്റെ പെർഫോമൻസ് ആയിരിക്കണം വലിപ്പമുള്ളത് എന്ന രീതിയിൽ തന്നെ ഒരു വലിയൊരു പോരാട്ടം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ആസിഫ് അലിയും വിജയരാഘവനും തമ്മിലുള്ള കലാപരമായിട്ടുള്ളൊരു മത്സരമായിട്ടാണ് സിനിമയിലെ അഭിനയം എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം സിനിമയിലെ അവസാനത്തോട് അടുക്കുമ്പോഴുള്ള ചില മൊമെൻറ്റുകളുണ്ട്, അവിടെ പ്രത്യേകിച്ച് വലിയ ലൗഡാവാതെ ഒരു ലോ സൗണ്ട് മോഡുലേഷനിലൊക്കെ വിജയരാഘവൻ ചേട്ടൻ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ക്ലോസ് ആക്കുന്ന ഒരു ഗംഭീര സീക്വൻസുകൾ. അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ എന്നിങ്ങനെയുള്ള നടന്മാരെല്ലാം അവരവരുടെ റോളുകൾ ഭംഗിയാക്കി എന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ അവർക്ക് എന്തുമാത്രം നൽകാൻ കഴിയുമോ, ഇല്ലെങ്കിൽ ഈ അഭിനേതാക്കളുടെ പേര് മറന്ന് അവരുടെ കഥാപാത്രങ്ങളുടെ പേര് ഓർമ്മിക്കുന്ന വിധത്തിലുള്ള കിടിലൻ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിക്കും സിനിമാറ്റോഗ്രാഫർ കൂടിയായ ബാഹുൽ രമേശ് എഴുതിയ സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ എല്ലാം. അളന്നു മുറിച്ച് നൂൽവണ്ണ വ്യത്യാസമില്ലാതെ, ആവശ്യമില്ലാത്ത ഒരൊറ്റ സീനില്ലാതെ ഗംഭീരനായി പഴുതടച്ച ഒരു സ്ക്രിപ്റ്റ്, അതിനനുസരിച്ച് കൃത്യമായിട്ട് പെർഫെക്ഷനോടെ ചെയ്ത ഡയറക്ഷൻ. സംവിധായകനും എഴുത്തുകാരുടെ ഒപ്പം എടുത്തു പറയേണ്ട പേരാണ് മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദ്. എന്താണ് സിനിമ സംസാരിക്കുന്നത്, ഓരോ സീനുകളും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്, ഓരോ വഴിത്തിരിവുകളും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെല്ലാം കൂടെ കിഡിലൻ സൗണ്ട് ട്രാക്ക് കൃത്യമായി സിനിമ അറിഞ്ഞ് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നേ പറയാനുള്ളൂ, കിഷ്കിന്ധാ കാണ്ഡം ഒരു ക്ലാസിക് സിനിമയാണ്, ഒരു മനോഹരമായ ഗംഭീര മലയാള സിനിമ. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ, OTTക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരിക്കലും നിങ്ങൾക്കൊരാൾക്ക് പോലും ആ സിനിമ കണ്ട് മോശമെന്നോ അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല, ഇതെൻ്റെ ഉറപ്പാണ്.